ഞാൻ പോകുന്നിടത്തേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ റൂറൽ ഏരിയ തന്നെയാണ്. ഷോർട്ട് കട്ട് നോക്കിയതാണ് കേട്ടോ. ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിലേക്ക് കയറണമെങ്കിൽ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യണം. സ്വൈപ്പ് ചെയ്യാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പള്ളിയിൽ നല്ല തിരക്കാട്ടോ, കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ പള്ളി കുറച്ച് കുറവാണെന്ന് തോന്നുന്നത്, പോപ്പുലേഷൻ കൂടുതലാണ്. പിന്നെ ഇവിടെ ഹുതുബ ആരും ശ്രദ്ധിക്കുന്നില്ല, ആൾക്കാരെ നല്ല കളിയിലെ വേഗത്തിലൊക്കെ. പിന്നെ ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല. അറബിയിലാണേലും അങ്ങനെ തന്നെ. ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് $10 ഇൻ ഇന്തോനേഷ്യ, ജക്കാർത്ത. അപ്പോൾ ഇവിടെ $10 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഇത്ര വരും, ഒരു 820 രൂപയല്ലേ വരിക. ഇവിടെ ഏകദേശം ഇത്ര വരും എന്നറിയോ? ഇവിടെ $10 എന്ന് പറഞ്ഞാൽ ഏകദേശം 1,70,000 ആ ഒരു റേഞ്ചിലാണ് കോസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റിന് നമുക്കിവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ റൂം എടുക്കാൻ പറ്റില്ല ഈ ഒരു പേയ്മെൻറ്റിൽ. നിങ്ങൾക്ക്, ഞാനിപ്പോൾ താമസിക്കുന്ന റൂമിന് ഏകദേശം 550 രൂപ ഡെയിലി വാടക ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ അപ്പോൾ തന്നെ ഏകദേശം എത്ര $10 എന്ന് പറയുമ്പോൾ അതിൽ നല്ലൊരു പൈസ അവിടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഏകദേശം ഒരു $4 ആ ഒരു റേഞ്ചിലേക്കാണേ ഉള്ളൂ. അപ്പോൾ റൂമിൻ്റെ കേസ് നിങ്ങളൊന്ന് നോക്കേണ്ടി വരും. ബാക്കി നമുക്ക് $4 കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ എനിക്കിവിടെ റൂമിന് എക്സ്പെൻസ് വന്നത് ഏകദേശം 550 രൂപയാട്ടോ. അതായത് 1,10,000 രൂപ അവിടെ തന്നെ കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റൂം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഒരുപാട് ക്യാപ്സ്യൂൾ കയറിയുണ്ട് കേട്ടോ. ഏകദേശം 12 ക്യാപ്സ്യൂൾ ഉണ്ട് ഈ റൂമിൽ. എൻ്റെ ക്യാപ്സ്യൂൾ ഏതാ വരുന്നത്? വേഗം നമുക്ക് താഴെ വെച്ചാൽ കുറച്ചൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ, ഇതിനാണ് നമുക്ക് താമസിക്കുക. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കാർഡ് ഇവിടെ കൊടുത്താൽ ലൈറ്റ് കിട്ടും, നല്ല അടിപൊളി ലൈറ്റ് കിട്ടും. പിന്നെ അത് ക്ലോസ് ചെയ്യാം. പിന്നെ കണ്ടില്ലേ, സേഫാണ്. ഒരു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ലൈറ്റ് വേണമെങ്കിൽ ഇങ്ങനെ. പിന്നെ ബാക്കി 250 രൂപയ്ക്ക് നമ്മുടെ ഒരു ദിവസത്തെ ഫുഡും ഫുഡും ട്രാൻസ്പോർട്ടേഷനും കഴിയണം. അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം, പറ്റുമോ നോക്കാം. സോ ഇപ്പോൾ വാക്കിംഗ് കേട്ടോ, നടക്കാൻ ക്യാഷ് വേണ്ട. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇവിടെ കൂടുതൽ ഇങ്ങനത്തെ ഷോപ്പാണുള്ളത്. സൈക്കിൾ തട്ടുകട എന്ന് പറയുമോ, ചെറിയൊരു തട്ടുകട ആണ്. സൈക്കിൾ റിക്ഷയിലാണ് ആൾക്കാർ, അല്ല സൈക്കിൾ മേലാണ് ആൾക്കാർ ഇങ്ങനെ വന്ന് സാധനങ്ങൾ വിൽക്കുക. അപ്പോൾ ഇതെന്തോ ഒരു കടി കേട്ടോ. തൽക്കാലം നമുക്ക് ഐറ്റം വാങ്ങാം. നല്ല പൈസ വരുന്നുണ്ടോ? പോയിട്ടുണ്ട് കേട്ടോ. ശർക്കര, മുളക്, അതുപോലെ ഉള്ളി എല്ലാം കൂടി കൂടിയിട്ട് മിക്സ് ചെയ്ത് എന്തോ ഒരു പരിപാടിയാണ്. സർവത്താന്ന് തോന്നുന്നു കേട്ടോ, നമ്മുടെ നാട്ടിലെ സാധാ സർവത്ത്. അല്ലെങ്കിൽ തേനിലവർ ഇത് മിക്സ് ചെയ്തിട്ടോ, എന്താ പറയുക, വെള്ളം മിക്സ് ചെയ്തിട്ടോ, അങ്ങനെ എന്തോ ആണ്. ഇതിന് 50,000 ആട്ടോ വരുന്നത്. ഇവിടുത്തെ 50,000 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം ഇത്ര വരും? അല്ല, ഇവിടുത്തെ 10,000, നാട്ടിലത്തെ 50 റുപ്പീസ്, 50 രൂപ. ഞാനിപ്പോൾ ഒരു സിംഗപ്പൂർ എംബസിയിലേക്ക്, ഒരു ട്രാവൽസിലേക്ക് പോവാണ് സിംഗപ്പൂർ വിസ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സിറ്റിക്ക് അകത്തുള്ള ഒരു സ്ഥലം കേട്ടോ. കണ്ടാൽ നമുക്ക് നാട്ടിൻപുറമാണെന്നൊക്കെ തോന്നും, പക്ഷേ ഇത് ജക്കാർത്ത സിറ്റിക്ക് അകത്തുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ അങ്ങനത്തെ ചെറിയ ഷോപ്പ് ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ വിലയിൽ വലിയ മാറ്റമൊന്നുമില്ല, നല്ല പൈസ ഉണ്ട് അതിന്. ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റ് ഇത് വാങ്ങിയില്ലേ, ഇത് ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതിന് ഏകദേശം 50 രൂപ. ഒരിക്കലും എനിക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. ഇന്നലെ നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ ഫുഡ് വാങ്ങിയത് ഏകദേശം ഒരു 50 രൂപയ്ക്ക്, എന്ന് വെച്ചാൽ ഇവിടുത്തെ 10,000 രൂപയൊക്കെ. അപ്പോൾ നമ്മൾ സ്ഥലം നോക്കണം. ഫുഡ് കഴിക്കുന്ന നേരം മാക്സിമം നമ്മൾ ഓരോ സ്ഥലങ്ങളും കറക്റ്റായിട്ട് നോക്കണം. സ്പോട്ട് നോക്കിയിട്ടേ കഴിച്ചിട്ട് കാര്യമുള്ളൂ. പിന്നെ ഇത്
ഖുർആനാട്ടോ. അപ്പോൾ ഇവിടെ ഇന്തോനേഷ്യയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വേൾഡ് വൈഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. അതിന് ശേഷമാണ് പാകിസ്ഥാനും ഇന്ത്യയും വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഈമാനുള്ള ആൾക്കാരാട്ടോ. നമ്മുടെ നാട്ടിലേക്കാളും, നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് സ്ത്രീകളൊക്കെ എങ്ങനെയാണ് തട്ടം ജസ്റ്റ് തലയിൽ കൂടെ അങ്ങിട്ടേക്കല്ലേ ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അവർ കംപ്ലീറ്റ് കവർ ചെയ്യും. ഓക്കെ, അതിലവർ ഭംഗി നോക്കുന്നില്ല, കംപ്ലീറ്റ് അത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരോടും നല്ലോണം അവർ ബിഹേവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ പിന്നെ വേറൊരു കാര്യം, പുറത്തുനിന്ന് ഇപ്പോൾ ഒരാൾ ടൂറിസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. ടൂറിസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർ മെയിനായിട്ട് നോക്കുക ഇയാൾ എന്താ പറയുക, നാഷണാലിറ്റി ഏതാണ്. ഇപ്പം എന്നെ കണ്ടാൽ ചോദിക്കും വൈ യു ഫ്രം ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് അവർ കാണുന്നത് ഇന്ത്യയാണ്, അല്ലാതെ ഓക്കെ ഇവൻ മുസ്ലിമാണ് അപ്പോൾ അങ്ങനെയല്ല അവർ മെയിനായിട്ട് നോക്കുന്നത്. ഇന്ത്യ, ഓക്കെ അവൻ ഇന്ത്യ എന്നാണ്. അപ്പോൾ ഇവൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഞാൻ ഇന്ത്യ, സൗത്ത് ഇന്ത്യ, കേരളത്തിൽ നിന്നാന്ന് പറയും. അപ്പോൾ അവർക്ക് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, കേരളം ഇന്ത്യയിൽ നിന്ന് കുറേ ഡിഫറെൻ്റ് ആണ്. എന്നിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കും, ഞങ്ങൾ എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആണ്, ഇതുപോലെ എന്നല്ല. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കിട്ടിയൊരു സ്ഥലമുണ്ട്. ആ ഒരു ഫെർണാഡ എന്ന് പറഞ്ഞ ട്രാവലർ എന്തോ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു ഫോറിനറെ ഇന്ത്യക്കാരങ്ങനെ എന്തോ ചെയ്തു എന്നൊക്കെ ഉള്ള അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നം വരും. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അവർക്ക് ഓക്കെയാണ്, വലിയ സീനൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ഫുഡ് സമയം ഇത് കണ്ടിട്ട് എന്താ തോന്നുക അറിയാം, നമ്മൾ കോഴിക്കോട് കുറച്ചുള്ളോട്ട് കയറുകയാണെങ്കിൽ, ഞാനിപ്പോൾ ആ വെള്ള സൈഡിലേക്കൊക്കെ പോയപ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു ഇത് കിട്ടിയിരിക്കും, ഇതുപോലത്തെ ഒരു സ്ഥലം കാണാൻ പറ്റിയിരിക്കും. തോടില്ല, പക്ഷെ ബാക്കിയല്ലോ ഏകദേശം ഇതുപോലെ തന്നെ. സിറ്റിക്ക് അകത്ത് തന്നെ സാധാരണ ഷോപ്പും അതുപോലെ സാധാരണക്കാരായ ആൾക്കാരും. ഞാൻ പോകുന്ന ഇടത്തിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണിങ്ങനെ റൂറൽ ഏരിയ തന്നെയാണ്, ഷോർട്ട് കട്ട് നോക്കിയതാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. ഞാനിപ്പോൾ ചെറിയൊരു മാർക്കറ്റിലെത്തിക്ക് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കുക ബാക്കി അതിൻ്റെയൊക്കെ വിലയൊക്കെ എങ്ങനെയാണ്. തേങ്ങ ആണല്ലോ ഇവിടെ ഹൈലൈറ്റ്. തേങ്ങ വെള്ളമൊക്കെ വന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് തന്നെ അല്ലേ. അവിടെ നല്ല വില കുറവുണ്ട്. മാംഗോ, റംബുട്ടാൻ. ഈ ഏരിയയിലേക്ക് വന്നപ്പോൾ ഏകദേശം കറക്റ്റ് ഒരു ഡൽഹിയിലൊക്കെ വന്ന ഫീലാട്ടോ. വൃത്തി അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എല്ലാം പോയി കുറഞ്ഞു. എൻ്റെ അമ്മോ 2.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നടക്കാൻ. അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ചാൽ ബസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ 1 കിലോമീറ്റർ നടക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് നേരെ ഇവിടെ ട്രാവൽസിലെത്താൻ പറ്റും. പക്ഷേ ആ 1 കിലോമീറ്റർ നടക്കുമ്പോഴേക്ക് ഞാൻ എന്തായാലും ക്ഷീണിക്കും. ഇപ്പോൾ 2.5 കിലോമീറ്റർ ആണെന്നാലും ഒരുപോലെയല്ലേ ക്ഷീണിക്കുക. വലിയ മാറ്റമൊന്നുമില്ല എൻ്റെ കേസാട്ടോ പറഞ്ഞേ. അല്ലെങ്കിൽ ഒരു വെള്ളം വാങ്ങി കുടിക്കണം പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ സീന. ഇവിടെ നമുക്ക് എന്തായാലും അപ്പുറത്തെ ഒരു മാട്ടുണ്ട് കേട്ടോ. മാട്ട് ഫാമിലി മാട്ടുണ്ട്, അതുപോലെ മറ്റേ ഹിന്ദോ മാട്ടും ഉണ്ട്. നമുക്ക് ഫാമിലി മാട്ടിൽ കയറാം. ഫാമിലി മാട്ടിൽ എത്രയും കാലമായിട്ട് ഞാൻ കയറി, അല്ല ഇവിടെ വന്നതിന് ശേഷം കയറിയില്ല. എന്തായാലും നോക്കാം. ഫ്രൈഡ് ചിക്കൻ കുറവായിട്ടുണ്ട്, വലിയ പൈസ അല്ല, നല്ല കുറവുണ്ട്. എന്നുവെച്ചപ്പോൾ ഈ വെള്ളം വാങ്ങിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ എന്നെ ആര് കണ്ടാലും, പുറത്ത് പോയപ്പോൾ ആര് കണ്ടാലും ഗസ് ചെയ്യുമ്പോൾ കൂടുതലും പറയാം പാകിസ്ഥാനി എന്നായിരുന്നു. കാര്യം ഞാനിപ്പോൾ ഈ കൺട്രീസിലൊക്കെ വിസിറ്റ് ചെയ്തതിനു ശേഷം ഒരുവിധ ആൾക്കാരൊക്കെ ഗസ് ചെയ്തേക്കും പാകിസ്ഥാനി എന്നാണ്. പക്ഷെ ഇവിടെ കയറിയപ്പോൾ മാത്രം ഇവിടെ എന്നോട് ഇംഗ്ലീഷിലല്ല ഇന്തോനേഷ്യയിൽ സംസാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞാൽ ഇന്തോനേഷ്യ അല്ല, ഞാൻ ഇന്ത്യൻ ആയിരുന്നു. അപ്പോൾ ഓലപ്പോൾ തന്നെ ഇതാക്കി സോറി അങ്ങനെ ആ ഒരു ബേസിൽ പറഞ്ഞു. അപ്പോൾ എന്താ കണ്ടിട്ട് അങ്ങനെ ഇന്തോനേഷ്യൻ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏകദേശം അങ്ങനെയാണെന്ന് പറഞ്ഞു. കാര്യം എന്താ വെച്ചാൽ ഇവിടെ എൻ്റെ കളറും ഇവിടുത്തെ ആൾക്കാരെ കളറും ഏകദേശം സെയിം ആണ്. കാരണം ബ്രൗൺസ് കുറച്ച് കൂടുതലുണ്ട്. അപ്പം ഈ ഒരു ഷോപ്പാട്ടോ, ചെറിയൊരു ഷോപ്പ് തന്നെയാണ്. നമുക്ക് ഈസി ടു മൂവ് ഷിഫ്റ്റ് എനിവേ. പ്രത്യേകിച്ചൊന്നുമില്ല, സാധാരണ അവർ കണ്ടുപിടിച്ച ഒരു സാധാരണ വെള്ളം, ഒരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ എന്ത് സംരംഭം വേണമെങ്കിലും നാട്ടിൽ തുടങ്ങാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിപ്പോവുകയൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് ഇതാവും.
പ്രശ്നങ്ങളുണ്ടാവും. എന്താ ഒന്ന് പറയാം ഇതാട്ടോ ഉള്ളത്. ഇനി 3000 ഇവിടുത്തെ വില. 3000 റുപ്പിയാണ് കോസ്റ്റ് വരുന്നത്. 3000 റുപ്പിയ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 15 റുപ്പിയ ആ റേഞ്ചിലെങ്ങനെ കോസ്റ്റ്. ഞാനെങ്ങനെ ഒരു 500 മീറ്റർ നടന്നപ്പോൾ ഇവിടെ അടുത്ത ഷോപ്പ് കണ്ടു. അപ്പോൾ ഇവിടെ ചെറിയ ഇങ്ങനെ പലഹാരങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ എണ്ണക്കടിയിൽ മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ ഉള്ളിവടയും അതുപോലെ പഴംപൊരിയും. അതിവിടെ എന്താ പറയുക, ബനാന സ്നാക്സ്, ഒനിയൻ ഫ്രൈ അങ്ങനെ എന്തോന്നാണ്. നമുക്ക് ഇതുകൂടി കഴിക്കാൻ പറ്റും. ഇനി പ്രൈസ് കുറവാട്ടോ. നമ്മുടെ നാട്ടിലൊരു 50 റുപ്യ. ഓക്കെ, 50 റുപ്യല്ല, ഇവിടുത്തെ 5000 റുപ്യാണ് 3 പീസിന്. എന്ന് വെച്ചാൽ 25 രൂപക്ക് 3 പീസ് കിട്ടും. വില സെയിമാണ് ഏകദേശം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ മാവ് ഒരുപാട് ഉണ്ടാവില്ല, ചെറുതായിട്ടൊന്ന് അതിൻ്റെ അടുത്തുകൂടെ പോവുകയുള്ളൂ. പക്ഷേ അടിപൊളിയാണ്, ക്രിസ്പിയാണ്. ഉള്ളിവട സീനാട്ടോ. പേഴ്സണലിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ചോയ വ്യത്യാസം നല്ലോണം. ഇത് കാണാനൊക്കെ രസമുണ്ട്. 23,000 റുപ്യ ഞാൻ ഇന്നിവിടെ ചിലവാക്കിട്ടോ. എന്ന് വെച്ചാൽ നേരെ ഡിവൈഡഡ് ബൈ 200 കൂട്ടിയാൽ മതി. അപ്പോൾ ഏകദേശം എത്ര വരും? 115 ചിലവാക്കി. ഇനി എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളത് 180 രൂപയാട്ടോ. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു തരാം. എന്തായാലും നോക്കാം. എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. എന്നാലും മാക്സിമം നമുക്ക് നോക്കാം. പള്ളിയിലേക്ക് വന്നാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. Mengapa kita di dalam Jumatan yang digunakan dari ആൾക്കാരുണ്ടല്ലോ പള്ളിയിൽ. നല്ല തിരക്കാട്ടോ, കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ പള്ളി കുറച്ച് കുറവാന്ന് തോന്നുന്നത്, പോപ്പുലേഷൻ കൂടുതലും. പിന്നെ ഇവിടെ ഹുതുബ ആരും ശ്രദ്ധിക്കുന്നില്ല, ആൾക്കാരെ നല്ല കളിയിലെ വേദിയിലൊക്കെ. പിന്നെ ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല. അറബിയിലാണേലും അങ്ങനെ തന്നെ. ഗൈസ്, അങ്ങനെ പള്ളി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഫുഡ് കഴിക്കണം, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ നോക്കണം, ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് നോക്കണം. പക്ഷേ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് 180 രൂപയായിട്ടോ. അതിൽ പ്ലസ് വരാൻ ചാൻസ് ഉണ്ട്. പ്ലസ് വരികയാണെങ്കിൽ ഞാൻ പറയാം എത്ര ഉണ്ടാവുന്നില്ല. പക്ഷേ $10 കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു റൂം കിട്ടും, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ വലിയ പൈസയൊന്നുമില്ല കേട്ടോ, ചീപ്പാണ്. ഏകദേശം ഒരു നമ്മൾ കാർഡ് എടുക്കണം. കാർഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പൈസ ഉണ്ടാവില്ല. ഏകദേശം ഒരു 3500 റുപ്യൊക്കെ ഉണ്ടാവും. അതായത് നാട്ടിലെ 15-20 രൂപയൊക്കെ മതി ഓരോ ട്രാൻസ്പോർട്ടേഷനും. ജക്കാർത്തയിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഇന്തോനേഷ്യയിൽ മെയിനായിട്ട് പോകും. ജക്കാർത്തയിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കേസ് വരുന്നത് മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ പോലെ തന്നെയാണ് ഇവിടുത്തെ ഏകദേശം ബസ് സ്റ്റേഷനും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പേയ്മെൻറ്റ് കുറവാണ്, പക്ഷേ കൂടുതലും കാർഡ് യൂസ് ചെയ്യണം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ് നിങ്ങൾക്ക് ഇവിടെ മെഷീൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് സ്വന്തം ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡിന് ഏകദേശം ഇത്ര കോസ്റ്റ് വരുന്നത് അറിയോ? നമ്മുടെ നാട്ടിലെ ഏകദേശം ഇവിടുത്തെ ഏകദേശം 50,000 റുപ്പിയാണ്. എന്ന് വെച്ചാൽ നാട്ടിലെ ഏകദേശം ഒരു എത്ര കുഴപ്പമില്ലാത്തൊരു പൈസ, ഒരു 250 റുപ്യ വരും അറൗണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് ഒരു ടൈം ഒറ്റ ടൈം അല്ലേ യൂസ് ചെയ്യാൻ പറ്റും, കുറേ ടൈം യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലും അതുപോലെ ദുബായിലും അതുപോലെ അബുദാബിയിലൊക്കെ ബസ് കാർഡ് എടുക്കുന്ന പോലെ തന്നെ ചെയ്യാം. ഇവിടെ മിനിമം കോസ്റ്റ് വരുന്നത് ഏകദേശം 3500 റുപ്പിയാണ്. നമ്മുടെ നാട്ടിലൊരു 15-20 രൂപയൊക്കെ ആവാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഇത് ബസ് സ്റ്റേഷനാട്ടോ, ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിലേക്ക് കയറണമെങ്കിൽ നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യണം. സ്വൈപ്പ് ചെയ്യാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ കുറച്ചൊരു തട്ടിപ്പ് കാണിക്കുന്ന ആൾക്ക് എന്തായാലും കയറാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബസ് വരുമ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആവും. ഓപ്പൺ ആവുന്നുണ്ട്. കാർഡ് കൂടി ചാടി കയറിയാലൊക്കെ മതി കേട്ടോ. വലിയ ഇതൊന്നുമല്ല, പ്രൊട്ടക്റ്റഡ് ഒന്നുമല്ല, ചാടി കയറിയാലൊക്കെ മതി. പക്ഷേ അങ്ങനെ ആൾക്കാർ അത്രയൊക്കെ റിസ്ക് എടുത്ത ആൾക്കാർ കയറുന്നത് കുറവാണ്. എൻ്റെ ഇതൊക്കെ കാണിക്കുന്നതൊക്കെ വെച്ച് ആൾക്കാരെ നോക്കുക. പിന്നെ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഇവിടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുക. എന്നിട്ട് ഇപ്പം എൻ്റെ ഈ ലൊക്കേഷൻ, യുവർ ലൊക്കേഷൻ, എനിക്ക് പോകേണ്ട ലൊക്കേഷൻ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ ബസ്സിൻ്റെ ഐക്കൺ കാണിക്കും, ബസ്സിൻ്റെ അത് നോക്കുക, ചെക്ക് ചെയ്യുക. ശേഷം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കാണിക്കും, ബസ്സിൻ്റെ ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ എൻ്റെ നമ്പർ 1 എന്ന് പറയുന്ന ബ്ലോക്ക് എമ്മിലേക്ക് പോകുന്ന ബസ് വരും. അപ്പോൾ അതിൽ 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ എൻ്റെ ലൊക്കേഷൻ വരും. ഇതിന് കോസ്റ്റ് വരുന്നതും താഴെ കാണിക്കും, ഏകദേശം 3500. പക്ഷേ അത് നമ്മളിപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ നമ്മുടെ കാർഡിൽ നിന്ന് കട്ടായി പോയിക്കോളും.
ഓട്ടോമാറ്റിക്കലി. പിന്നെ ബസ് സ്റ്റോപ്പിലും ഉണ്ടാവും കേട്ടോ അങ്ങനെ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, മാപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് നോക്കി പോകാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഏറ്റവും നല്ല ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുക, എന്നിട്ട് ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലെ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ സൈഡിലൊന്ന് സ്ക്രീൻ വീഡിയോ കൊടുക്കട്ടോ. അതായത് ബസ്സാണ്. ഇപ്പോൾ സീറ്റ് കിട്ടി, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, കുറവാണ്. വൈകുന്നേരം ഭയങ്കര തിരക്കായിരിക്കും. ഇന്നലെ നമ്മൾ വന്നില്ലേനോ, ഭയങ്കര ഇതായിരുന്നു. ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ്. ട്രാൻസ്പോർട്ടേഷൻ നാട്ടിലെ 18 രൂപ കേട്ടോ കോസ്റ്റ് വന്നേ. ഇനിയും പൈസ ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. പിന്നെ ഞാൻ ആദ്യം ഇവിടെ ട്രാവൽസിൽ പോയി നോക്കട്ടെ, അതിന് ശേഷം ഫുഡ്. ഇതാ ബിസിനസ് സെൻറ്റർ, ഇതാ കണ്ടിട്ടോ. അവിടെ പോയി ഇനി സിംഗപ്പൂർ വിസൻ്റെ ചോദിച്ചു നോക്കട്ടെ. വിസ ഇപ്പോൾ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ വിസ അവർ പ്രോസസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, ഇവിടുന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു ചെറുതല്ല വലിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നാട്ടോ ഫുഡ് കഴിക്കാൻ. ഓല് തന്നെ നോക്കിയിരിക്കുന്നത് ഇവൻ കഴിക്കുന്നത് കണ്ടോ. ജസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യട്ടെ. ഇതുപോലത്തെ ഒരു ഫുഡ് കിട്ടും ഇവിടുന്ന്. ഇതിന് ഏകദേശം ഇവിടെ കോസ്റ്റ് വരുന്നത് ഏകദേശം 15,000 രൂപയാണ്. എന്ന് വെച്ചാൽ നാട്ടിൽ ഏകദേശം ഒരു 75 റുപ്പീസ് അത്രേ ആവുന്നുള്ളൂ. പിന്നെ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം. ചോറാണ് അതന്നെ, ഫോർക്ക് സ്പൂണൊക്കെ ഉണ്ട്, നമുക്ക് വേണ്ട പോലെ കഴിക്കുക. ഇതൊക്കെ എന്തൊക്കെയാണോ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ സദ്യ തന്നെ ചെറിയൊരു പ്ലേറ്റ് കിട്ടും. പിന്നെ ചില്ലീസ് ഉണ്ട്, കോഴിമുട്ട ഉണ്ട്, പിന്നെ ക്യാബേജ്, ക്യാബേജ് അല്ല മറ്റേ സാധനമില്ലേ നമ്മുടെ സാധാരണ ബീൻസ് ഇല്ലേ, ബീൻസ്. ഇതിൽ കറുത്ത സാധനമല്ലേ ഇത്, പുളിയും മധുരം കൂടി കേട്ടോ. ഈ ചില്ലി എന്ന് പറഞ്ഞ സംഭവമല്ലേ, ഇത് മധുരവും എരിവും കൂടി കേട്ടോ. ഇതിന് ചെറിയൊരു കയ്പുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സാധനമല്ലേ ചെറിയ കടല ഉണ്ടാക്കി. ഗോയ്സ് ഫിനിഷ്ഡ്. അപ്പോൾ 90 രൂപ ചിലവായി. ഇനി ബാക്കിയുള്ളത് അതായത് 75 റുപ്പീസ് ഇതിനും, പിന്നെ 15 രൂപ ഇതിനും, 15 ഒരു 18 ബസ്സിനും. ഇനി ഏകദേശം 87 രൂപയുണ്ട്. അതായത് 90 രൂപ ഇനിയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് രാത്രി വരെ പിടിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ നല്ലോണം ഫുഡ് കഴിക്കാം. എന്നിട്ട് പിന്നെ വേറെ കൂട്ടി കൊടുത്താൽ മതി. എനിക്ക് ചെറിയൊരു പൂതി ബർഗർ കഴിച്ചാലോ എന്ന്. അതുകൊണ്ട് ഇവിടെ ബർഗർ കിങ് ഉണ്ട്. ഞാനൊന്ന് കയറി വരാമെന്ന് വിചാരിച്ചു. എന്തായാലും നോക്കട്ടെ, നല്ല വിലയാണെങ്കിൽ കഴിക്കൂല. നമ്മൾ എന്നാലും സൂം ചെയ്തല്ലേ, അതുകൊണ്ട് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. കുറവാട്ടോ, വലിയ പൈസയൊന്നുമില്ല. നമ്മൾ കാർഡ് സ്വൈപ്പ് ചെയ്യാം. സിംഗിളായിട്ട് ഇന്ത്യയിലുണ്ട് ഈ സംഭവം. അപ്പോൾ ഇതിന് 38,000 കേട്ടോ. 38,000 2 ഫ്രൈഡ് ചിക്കൻ വെച്ച് കിട്ടും. നാട്ടിലായിട്ട് വലിയ വില വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അങ്ങനെ KFC-യിലാണെങ്കിലും അതുപോലെ ബർഗർ കിങ് ആണെങ്കിലും പിന്നെ വേറെ ഏതാ ഇങ്ങനത്തെ ആണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിനിപ്പോൾ ഏകദേശം 180 രൂപയുടെ അടുത്താണ് നാട്ടിലെ പ്രൈസ് വന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലും ഏകദേശം കേരളത്തിലും ഏകദേശം ഇത്രയൊക്കെ പ്രൈസ് വരാൻ ചാൻസ് ഉള്ളൂ. അതിൽ കൂടാൻ ചാൻസ് ഇല്ല. ഇത്രയൊക്കെ പ്രൈസ് എന്തായാലും വരും, അതിൽ കൂടാൻ ചാൻസ് ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പ്ലസ് ഇതിൻ്റെ ചില്ലിയും കൂടി എടുക്കുന്ന